റിപ്പോർട്ടർ ബ്രേക്കിംഗ്. യുകെയിലേക്ക് തൊഴിൽ വാഗ്ദാനം ചെയ്ത് വൻ തട്ടിപ്പ്. ഒന്നും രണ്ടുമല്ല, ലക്ഷങ്ങളാണ് തിരുവനന്തപുരം സ്വദേശികളായ ദമ്പതികൾ തട്ടിയത്. ബിനോയ് പോൾ, ടീന ബിനോയ്, ശരത് രഘു എന്നിവരാണ് തട്ടിപ്പിന് പിന്നിൽ. യുവ അഭിഭാഷകരുൾപ്പെടെ നിരവധി പേരാണ് തട്ടിപ്പിനിരയായത്. യുകെയിലെ സോളിസിറ്റർ ഓഫീസിൽ ജോലി വാഗ്ദാനം ചെയ്താണ് ഈ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. പ്രതികരണങ്ങളുണ്ട്, കേൾക്കാം. മോഹൻ റാംചരൺ എന്ന് പറയുന്ന സോളിസിറ്ററിൻ്റെ അണ്ടറിൽ അപ്രൻറ്റീസായിട്ട് ഓഫീസിൽ തന്നെ ക്ലർക്ക് പോലത്തെ ജോലിയാണ് വാഗ്ദാനം ചെയ്തിരുന്നത്. അതിനുശേഷം അവിടെ ഒരു 2 വർഷം നിന്ന് തന്നെ SQE എക്സാം പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ പ്രാക്ടീസ് ചെയ്യാമെന്നും പറഞ്ഞിരുന്നു. അങ്ങനെ എനിക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പൊക്കെ അവർ ഇഷ്യൂ ചെയ്തിരുന്നു. സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ് അണ്ടർടേക്കിംഗ്, പിന്നെ വിസ അപ്ലൈ ചെയ്തതിൻ്റെ ഡോക്യുമെൻറ്റ്സ്, അതിൻ്റെ സ്ക്രീൻഷോട്ട്സ് ഒക്കെ തന്നിട്ട് ഓരോ പാർട്ട് ബൈ പാർട്ടായിട്ട് ഓരോ പ്രോസസ്സിങ്ങിൻ്റെ ഓരോ സ്റ്റേജ് വൈസാണ് എൻ്റെ കയ്യിൽ നിന്ന് പൈസ ചോദിച്ച് വാങ്ങിച്ചിരുന്നത്. പല അക്കൗണ്ടുകളിലേക്കാണ്, നാട്ടിലുള്ള പല ആൾക്കാരുടെയും അക്കൗണ്ടിലേക്കും യുകെയിലുള്ള പല ആൾക്കാരുടെയും അക്കൗണ്ടിലേക്കും, അത് അവർക്കെല്ലാം ഇതുമായിട്ട് ലിങ്ക് ഉണ്ട്. അവരുടെയൊക്കെ അക്കൗണ്ടിലേക്കാണ് എൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടുള്ളത്. നമുക്കിപ്പം റോഷിയുണ്ട്. റോഷി, ഗുഡ് മോർണിംഗ്. ഇത് വലിയ തട്ടിപ്പാണല്ലോ. ബിനോയ് പോൾ, ടീന ബിനോയ്, ശരത് രഘു ഇവരാണ് ഈ തട്ടിപ്പിന് പിന്നിലെന്നാണ് മനസ്സിലാക്കുന്നത്. ദമ്പതികൾ കൂടിയാണ് ഈ ബിനോയിയും ടീനയും. എങ്ങനെയാണ് ഈ തട്ടിപ്പ് അവർ നടത്തിയത്? അതും ഈ തട്ടിപ്പിന് തലവെച്ചു കൊടുത്തത് അഭിഭാഷകരടക്കമുള്ളവരാണ്. അഭിഭാഷകരെയാണ് തട്ടിച്ചിരിക്കുന്നത്. ലക്ഷക്കണക്കിന് രൂപയാണോ ഇവർ തട്ടിയെടുത്തിരിക്കുന്നത്, റോഷി? അരുൺകുമാർ, 2 യുവ അഭിഭാഷകർ ഇപ്പോൾ തന്നെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇതുവരെ 3 കേസുകളാണ് തിരുവനന്തപുരം മേഖലയിൽ മാത്രം ഇപ്പോൾ രജിസ്റ്റർ ചെയ്തത്. ഇതിൽ ബിനോയ് പോളും ടീനയും ഒപ്പം ഈ ശരത് ഉൾപ്പെടെയുള്ള 3 പേരും വിദേശത്തേക്ക് മുങ്ങിയെന്ന വിവരമാണ് പോലീസിൽ നമുക്ക് ലഭിക്കുന്നത്. നേരത്തെ സോളിസിറ്റർ ഓഫീസിലേക്ക് ജോലി വാഗ്ദാനം ചെയ്താണ് 2 അഭിഭാഷകരിൽ നിന്നും പണം വാങ്ങിയത്. യുവ അഭിഭാഷകർക്ക് നിരവധി രേഖകൾ നൽകിക്കൊണ്ട് വിസ പ്രോസസ്സിംഗ് ഉൾപ്പെടെയുള്ള ചാർജായിട്ടാണ് ഈ തുക വാങ്ങിയത്. അങ്ങനെ ഓരോ തവണയും പലതരം ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് പണം തട്ടിയെടുത്തു. ഏതാണ്ട് ഓരോ ആളുകളിൽ നിന്നും 8 ലക്ഷം മുതൽ 15 ലക്ഷം മേടിച്ച വരെ തുക കൈപ്പറ്റിയിട്ടുണ്ട്. ഒരു വീട്ടമ്മയിൽ നിന്നും ഏതാണ്ട് 30 ലക്ഷം രൂപ കൈപ്പറ്റിയെന്നാണ് അറിയാൻ കഴിയുന്നത്. അവർ ഇതുവരെ പരാതി നൽകിയിട്ടില്ല. പലരും പരാതി നൽകാൻ ഭയപ്പെടുകയാണ്. അവർ മാനനഷ്ടമൊക്കെ ഭയന്നുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ പരാതി നൽകാത്തത്. വളരെ വിശദമായ ഒരു അന്വേഷണത്തിന് പോലീസ് തയ്യാറെടുക്കുന്നുണ്ട്. ഇവർ കൊച്ചിയിലും പലരെയും തട്ടിച്ചു, ഇതുപോലെ തന്നെ ജോലി വാഗ്ദാനം ചെയ്തു എന്ന സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതിനിടയിൽ പരാതി നൽകാതിരിക്കാൻ വേണ്ടി ഇവർക്കെതിരെ വ്യാപകമായി വ്യാജ പ്രചാരണം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ കാര്യത്തിൽ തിരുവനന്തപുരം സൈബർ പോലീസ് ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇത്തരം പ്രചാരങ്ങളൊക്കെ തടയാനുള്ള നടപടി ഒരു ഭാഗത്ത് സ്വീകരിച്ചിട്ടുണ്ട്. ജില്ലാ കളക്ടർക്കടക്കം തിരിച്ച് ഈ പണം നഷ്ടമായ ഇരകളായവർക്കെതിരെ അവർ മറ്റു വിദേശ രാജ്യങ്ങളിലിരുന്ന് ഇമെയിൽ വഴി പരാതി അയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ പ്രാഥമിക പരിശോധനയിൽ തന്നെ വ്യാജ പരാതിയാണ്, കേസ് വഴിതിരിച്ചുവിടാനുള്ള നീക്കമാണെന്ന് പോലീസിന് മനസ്സിലായിട്ടുണ്ട്. മ്യൂസിയം പോലീസ് സ്റ്റേഷനിലാണ് 2 കേസുകൾ രജിസ്റ്റർ ചെയ്തത്. ഏതായാലും 2 അഭിഭാഷകർക്ക് സോളിസിറ്റർ ഓഫീസിലേക്കും മറ്റുള്ളവർക്ക് നഴ്സുമാരടക്കം അവർ കെയർ ഹോം എന്ന രീതിയിൽ ജോലി വാഗ്ദാനം ചെയ്തു. എല്ലാവർക്കും വ്യാജമായ രേഖകളാണ് വിസ പ്രോസസ്സുമായി ബന്ധപ്പെട്ട് നൽകിയതെന്നും പ്രാഥമിക പരിശോധനയിൽ പോലീസിന് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. റോഷിയാണ് വിവരങ്ങൾ നൽകിയത്. തട്ടിക്കാൻ പല രൂപത്തിൽ മനുഷ്യർ വരും. അതിനിടയിലാണ് ഒരു സൈബർ തട്ടിപ്പിന്റെ വാർത്ത കൂടി നമ്മൾ കേട്ടത്. 1 കോടി രൂപയാണ് വൃദ്ധ ദമ്പതികളെ തട്ടിച്ചത്. അവർ പുറത്തെവിടെയായിരുന്നു. നാട്ടിലേക്ക് വന്നപ്പോഴാണ് മുംബൈ ക്രൈംബ്രാഞ്ചിൽ നിന്നാണെന്ന് പറഞ്ഞിട്ട് ഡിജിറ്റൽ അറസ്റ്റൊക്കെ ചെയ്യും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണ് പല സമയങ്ങളിലായിട്ട് 1 കോടി രൂപ തട്ടിയത്. ഇവിടെ യുകെയിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് അഭിഭാഷകരെ അടക്കമാണ് തട്ടിച്ചിരിക്കുന്നത്. തട്ടിപ്പുകാർക്ക് വിലസാനുള്ള നാടായിട്ട് നമ്മുടെ നാട് മാറുകയാണോ എന്നുള്ളതാണ് ചോദ്യം. എല്ലാ കാര്യത്തെക്കുറിച്ചും അറിയാം. ലോകത്തുള്ള മുഴുവൻ കാര്യങ്ങളെക്കുറിച്ച് വിമർശനം ഉന്നയിക്കും. ആരെങ്കിലും വന്ന് പറ്റിക്കാൻ വന്നു കഴിഞ്ഞാൽ തലയും വെച്ചു കൊടുക്കും. ഇതാണ് അവസ്ഥ.